നമസ്കാരം. എന്താണ് വാസ്തു? എന്തിനു വേണ്ടിയാണ് വാസ്തു? പല ആളുകളും എന്നോട് കുറച്ച് ദിവസമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം തേടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സയൻറ്റിഫിക് വാസ്തു ഇന്ന് അത്യന്താപേക്ഷിതമാണോ? അതേക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ സ്ഥാപനം നമ്മുടെ കുടമാളൂർ ആവാസ് എഞ്ചിനീയറിംഗ് ആൻഡ് വാസ്തു കൺസൾട്ടൻസി എന്ന സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. അപ്പം എന്തിനു വേണ്ടിയാണ് വാസ്തു? എന്താണ് സയൻറ്റിഫിക് വാസ്തു? കമാൺ. ആവാസ് എഞ്ചിനീയറിംഗ് ആൻഡ് വാസ്തു കൺസൾട്ടൻസി എൻ്റെ പ്രിയപ്പെട്ട MD, ഞാൻ നേരത്തെ പറഞ്ഞില്ല കുറേ സംശയങ്ങളൊക്കെ എനിക്കുണ്ടെന്ന്. അതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി വന്നിരിക്കുന്ന ബഹുമാന്യ ശ്രീ വിമൽ കുമാർ സാറാണ്. സാറേ നമസ്കാരം. ഉണ്ട്. ഒരുപാട് നാളായി കണ്ടിട്ട്. അതെ, ഒരുപാടായി. ഒരുപാട് ആളുകൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, നമ്മൾ നേരത്തെ വീഡിയോ കണ്ടിട്ടേ. ശരി, എന്താണ് വാസ്തു? എന്തിനു വേണ്ടിയാണ് വാസ്തു? അതാണ് എൻ്റെ ആദ്യത്തെ. ചെയ്യേണ്ട കാര്യമുണ്ടോ? അതെ, അത് ചെയ്യേണ്ട കാര്യമുണ്ടല്ലേ? അത് നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ വാസ്തു എന്ന് പറയുന്നത് പലരും ഓർക്കുന്ന പൊളിച്ചു മാറ്റുക, അതെ, തുടങ്ങിയ കാര്യം പറഞ്ഞാൽ അതല്ല. ശരിക്കും വാസ്തു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഭാഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ശാസ്ത്രമാണ്. അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിപ്പോവുക. പ്രകൃതിക്കൊരു താളമുണ്ട്. ആ താളത്തിനൊത്ത് നമ്മൾ അതിൻ്റെ ആ ദിശയിൽ തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴുക്കിനനുസരിച്ച് തന്നെ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രകൃതിയിലെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും. എന്നാൽ പ്രകൃതിയിലെല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആവശ്യപ്പെടണം. അതായത് ഒരാൾക്ക് രണ്ട് മനസ്സാണ്. ഒരു കുട്ടി മനസ്സുണ്ട്, അതുപോലെ തന്നെ ബിഗ് മൈൻഡും ഉണ്ട്. കുട്ടി മനസ്സാണെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ. കുട്ടി മനസ്സിൽ കളങ്കമില്ല, അതുപോലെ തന്നെ മനസ്സിൽ കള്ളമില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഒരു വിവേചന മനസ്സില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം നമ്മളിലോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എത്രയോ അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ പല കണ്ടുപിടുത്തങ്ങളും നടക്കുന്നേ ഉള്ളൂ, എന്നിട്ടും പൂർണ്ണമായിട്ടില്ല ശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്ന് പറയുന്നത് നാളെ തെറ്റാണെന്ന് പറയും. പക്ഷേ അനേക വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ എഴുതി വെച്ചിരിക്കുന്ന, അല്ലെ പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നതാണ് ശാസ്ത്രം. അതാ ആ ഒരു സാപത്യവേദം എന്ന് പറയുന്ന അഥർവവേദത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യകൽപ്പത്തിൽ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ തത്വമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഭാഗ്യങ്ങളെല്ലാം കൊണ്ടുത്തരും. അത് പലരും പറയും, ഞങ്ങൾ വാസ്തു അനുസരിച്ച് വീട് വെച്ചു എന്നിട്ട് ഞങ്ങൾക്ക് അനർത്ഥങ്ങളുണ്ടാകും. അതാണ് പലരും ചോദിക്കുന്നത്. വാസ്തുവിൻ്റെ മാത്രമല്ല, കാരണം വാസ്തു 35% ഉള്ളൂ. അത് ശരി. അതായത് ഭൂമിയുമായിട്ടുള്ള എർത്ത് ലക്ക് എന്ന് പറയുന്നത് 35% ഒരു മനുഷ്യനുള്ളത്. പിന്നെ ജന്മനാ നമുക്ക് കിട്ടുന്നത്, അതായത് സഞ്ചിത കർമ്മം എന്നും ഒക്കെ നമുക്ക് പറയാം. മുൻ ജന്മങ്ങൾ, അതങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്തെ അനുസരിച്ചുള്ളത് 40%. ബാക്കി 25% എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ ഇവിടെ നടത്തുന്ന ചീത്തയുമായ കർമ്മങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടിയാണ് 100% വരുന്നത്. അതിൽ ഈ 45% നമുക്ക് മാക്സിമം നമുക്ക് ആ വാസ്തു നിയമങ്ങൾ അനുസരിച്ച് ചെയ്താൽ നമുക്കത് നമ്മളിലേക്ക് വരും. അപ്പം 45% നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം പഴയത് ഒരു 20% കൂടി ഉണ്ടെങ്കിൽ എബോവ് 50 ആയി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ. അപ്പോൾ ശരിയായ രീതിയിൽ അതിനെ വിനിയോഗിക്കുക, അല്ലേ, വാസ്തുവിനെ? അതെ. അപ്പോൾ വാസ്തു എന്തായാലും അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായിട്ടും ചെയ്യണം. വാസ്തു അനുസരിച്ച് നമ്മൾ ഏറ്റവും നല്ല വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് നമ്മുടെ വസ്തുവിൻ്റെ കിടപ്പ്, അതായത് വീട്ടിലേക്കുള്ള എൻട്രൻസ്, അത് ഏറ്റവും പ്രാധാന്യമുള്ളത്. പലർക്കും അറിയില്ല. വീട്ടിലേക്കുള്ള വഴി എന്നുള്ള മെയിൻ എൻട്രൻസ്, അതുപോലെ തന്നെ വീട്ടിനുള്ളിലേക്കുള്ളത് സിംഹദ്വാരം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൃത്യമായെങ്കിൽ വേണ്ട എനർജി വീട്ടിലേക്ക് വരും. ഈ സയൻറ്റിഫിക് വാസ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സയൻറ്റിഫിക് വാസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ജനങ്ങൾക്കെല്ലാം സയൻസുമായിട്ട് തട്ടിച്ച് നോക്കിയ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അപ്പം വാസ്തുവിലെ നിയമങ്ങൾ സയൻസുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ആണ് നമ്മൾ പറയുന്നത്.
സയൻസ് ആണല്ലോ. സയൻസാണ് വാസ്തു എന്ന് പറയുന്നത്, സയൻസാണ്. അതെ. വാസ്തുശാസ്ത്രം എന്നാണല്ലോ പറയുന്നത്. അതെ. അപ്പോൾ ആ സയൻസിനെ നമ്മൾ നിലവിലുള്ള സയൻസിൻ്റെ തത്വങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് ഒരാളോട് പറഞ്ഞെങ്കിൽ മാത്രമേ ഇപ്പോൾ ആളുകൾ അംഗീകരിക്കുകയുള്ളൂ. അത് നമുക്ക് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. അതാണ് സയൻറ്റിഫിക് വാസ്തു എന്നുള്ള പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആളുകൾക്ക് സംശയമുള്ളത്, ഒരു വീട് വെക്കുമ്പോൾ മറ്റൊരു ബിൽഡിംഗ് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വളരെ ഒരു നല്ലൊരു ചോദ്യമാണത്. കാരണം ഇപ്പം നമ്മൾ പലരും കണ്ടുവരുന്നത്, നമ്മൾ യൂട്യൂബിനെ അധിക്ഷേപിക്കുമല്ല. കാരണം യൂട്യൂബ് കൊണ്ടാണ് പല ഗുണങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ തന്നെ നമ്മൾ സംസാരിക്കുന്നത് തന്നെ അതുകൊണ്ട്. ആ പ്ലാറ്റ്ഫോം വേണം. അറിവുകളാണ് മനുഷ്യന് വേണ്ടത്. നമുക്കില്ലാത്തൊരു അറിവ് കിട്ടാൻ യൂട്യൂബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അറിവ് കിട്ടും. പക്ഷേ ഇതിൽ ഒരുപാട് ആളുകൾ ഇതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നു. കാരണം അതിൽ പ്രധാനമാണ് നമ്മളൊരു വസ്തു ആദ്യം പോയി കണ്ട് അതിൻ്റെ ഫൗണ്ടേഷനാണ് ആദ്യം നിശ്ചയിക്കേണ്ടത്. അതെ. നമ്മൾ സിമ്പിളായിട്ട് അടുത്തുള്ള കിണർ നോക്കും. അപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ ഘടന അറിയാൻ പറ്റും. അതിനനുസരിച്ച് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യണം. ഇതൊന്നും അറിയാൻ പറ്റിയില്ല, തീർച്ചയായിട്ടും സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മണ്ണിൻ്റെ താന്നു പോകും. മണ്ണിൻ്റെ ഘടന നമ്മൾ നിശ്ചയിക്കും. ഇപ്പം ജനറലായിട്ട് എല്ലാവരും ചെയ്യുന്നത് നിലവിലുള്ള മണ്ണിൻ്റെ മുകളിൽ വെച്ച് ഒരു ബീം വാർത്ത് അതിൻ്റെ മേളിലാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. പലപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് പടുതൊക്കെ ഇട്ടിട്ട് അതിശയിച്ച് പോകുന്നു. കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മിനിമം 2 അടി ഡെപ്തിൽ ഫൗണ്ടേഷൻ എടുത്തിട്ടേ ചെയ്യാവുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലംബിംഗ് ലൈനുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് കുഴിച്ചിടുന്നത്. അപ്പം അതൊരു 1.5 അടി 2 അടി താഴ്ച വരും. അപ്പം മേളിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണ് ലൂസാവുകയും ഫൗണ്ടേഷൻ കാലക്രമത്തിൽ ഇരുന്ന് പോവുകയും ചെയ്യും. ഇപ്പം നമ്മളൊക്കെ അറിയാം, ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ കാലാവധി 50 വർഷം മുതൽ 100 വർഷം വരെയാണ്. ഇത് പലർക്കും അറിയില്ല. 50 വർഷം ആകുമ്പോൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ 50 വർഷമാണ് സ്ട്രെങ്ത് നോക്കും. സ്ട്രെങ്ത് നോക്കിയിട്ട് പൊളിച്ച് കളയേണ്ടാണ് പൊളിച്ച് കളയും, മെയിൻ്റെനൻസ് ചെയ്യേണ്ടാണ് മെയിൻ്റെനൻസ് ചെയ്യും. 100 വർഷം വരെ ഉള്ളൂ ആയി. നമ്മളൊക്കെ കമ്പിൽ താങ്ങി നിർത്തും. അതാണ് മലയാളികൾ. അതെ. അപ്പോൾ 100 വർഷമേ ശരിക്കും ആയുസുള്ളൂ. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം അല്ല. നമ്മൾ പണ്ട് കാലത്തെ ചുണ്ണാമ്പ് സുർക്കി മിശ്രിതയില്ലേ, അതിന് ആയുഷ്കാലമാണ്. അതിൻ്റെ അതാണ് അതിൻ്റെ മിക്സ്. വെട്ടുകല്ലിൽ പടുത്ത് അതിൻ്റെ മിക്സ് കൊടുക്കുന്നത് ഈ സുർക്കിയാണ്. അങ്ങനെയുള്ള കെട്ടിടങ്ങൾ ആയുഷ്കാലം നിലനിൽക്കും. ഉദാഹരണത്തിന് നമുക്ക് ഡാം ഉണ്ടല്ലോ. അതെ. പിന്നെ അപ്പോൾ ഇതാണ് കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ഫൗണ്ടേഷൻ മുതൽ മുകളിലോട്ട് വരുമ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു, അടുത്തത് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ മുകളിൽ വരുന്ന ഭാഗം. അതെ, മുകളിൽ വരുന്ന ഭാഗം. അതിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിളാണ്. മണ്ണ് കട്ട മുതൽ നമ്മൾ റെഡ് ബ്രിക്സ് എന്ന് പറയുന്ന ഇഷ്ടിക, അതുപോലെ തന്നെ ഇപ്പം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സോളിഡ് ബ്ലോക്ക്. ഇത് നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ചാണ്, ഒരാളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കിതിനെ തരംതിരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ മേളിൽ വരുന്ന RCC സംഭവങ്ങളൊക്കെ വരുന്നു. പിന്നീട് ഇപ്പം ഒരുപാട് ടെക്നോളജി വന്നിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ആകട്ടെ, അതുപോലെ തന്നെ ഫ്ലോറിംഗ് മെറ്റീരിയൽസ്, ഇതെല്ലാം നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് ആദ്യം തന്നെ പ്ലാൻ ചെയ്ത്. സിമന്റ് ബ്ലോക്ക് തന്നെ ആണെങ്കിൽ ലൈറ്റ് വെയിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് വെയിറ്റ് പക്ഷേ ലോഡ് അത് പാർട്ടീഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. പർപ്പസിന് വേണ്ടി ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി ഒരു വിദഗ്ധ അഭിപ്രായത്തോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ല രീതിയിൽ ഒരു വീട് നമുക്ക് മുന്നോട്ട് വെച്ച് കൊണ്ടുപോകും. അപ്പോൾ താങ്കൾ ഈ വാസ്തുവൊക്കെ നോക്കി ബിൽഡിങ്ങുകൾ നിർമ്മാണം കൂടെ ചെയ്തു കൊടുക്കും? തീർച്ചയായിട്ടും ചെയ്യും. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായും താങ്കളെ കോൺടാക്ട് ചെയ്യും. കാര്യം ഈ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും സയൻറ്റിഫിക് ശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ വാസ്തുവിനെക്കുറിച്ചും ഒക്കെ വളരെ ഡീപ്പായി ഒരു ഗ്രാഹ്യമുള്ള വ്യക്തിയാണ്. വളരെ സന്തോഷം സംസാരിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കുമ്പോൾ വാസ്തു ആവശ്യമാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കുമ്പോൾ, നമ്മുടെ സ്വപ്നഭവനങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഈ മാന്യ വ്യക്തിയെ നിങ്ങൾ ഓരോരുത്തരും സമീപിക്കുക. വിശദമായ ഉപദേശങ്ങളൊക്കെ നമുക്ക് നൽകും. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ക്യാമറാമാൻ റിജോയ് പറവൂറിനും എൻ്റെയർ മീഡിയ ടീമിനും പ്രിയപ്പെട്ട സാറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി. താങ്ക് യു സർ. ശരി.